ഹലോ ഫ്രണ്ട്സ്, ക്ലൈമാക്സ് എപ്പിസോഡിൽ ശ്രീമുഖ സ്ഥാനത്തേക്ക് എത്തിയ രാധ ഉടവാൾ പൂജ ചെയ്യുവാനായി ആ വേഷമണിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുന്നു. ആ കാഴ്ച കാണുന്ന മേഘനാഥൻ കലിയോടെ എല്ലാം നോക്കി നിൽക്കുമ്പോൾ കൃഷ്ണൻ തന്റെ നേരെ ഉയർത്തിയ വെല്ലുവിളിയെക്കുറിച്ച് മേഘനാഥൻ ഓർമ്മിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയായാൽ മാത്രമാണ് തൃപ്പങ്ങോട്ടായ രക്ഷാധികാരിയായി രാജകുമാരിയായി വീണ്ടും ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ രാധയ്ക്ക് കഴിയുകയുള്ളൂ എന്നും, എന്നാൽ താൻ ആ ചടങ്ങുകൾ മുടക്കുമെന്നും അതൊരിക്കലും രാധയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നും, കൃഷ്ണന്റെയും രാധയുടെയും മകനെ തന്റെ മകൻ കാശിനാഥൻ ഇരിക്കേണ്ട സ്ഥാനത്തേക്ക് എത്താൻ താൻ അനുവദിക്കുകയില്ല എന്നും മേഘനാഥൻ ഉയർത്തിയ വെല്ലുവിളിയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ രാധയ്ക്ക് പൂജാരി പുറത്തേക്ക് വന്ന് ദേവിയുടെ ഉടവാൾ പൂജ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുന്നു. അതോടെ രാധയായിരുന്ന ശ്രീ അഞ്ജലിയുടെ പേര് സ്വീകരിച്ച രാധ ശ്രീമൂല സ്ഥാനത്തെ ദേവിയുടെ ഉടവാൾ പൂജ ചെയ്യുവാനായി അവിടെ എല്ലാ ആചാരങ്ങളോടെയും അവിടെ ഇത്രയും നാൾ നടന്നു വന്ന ആ പൂജ കൃത്യമായി തന്നെ തൻ്റെ കൈകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നു. അവിടെ കുത്തിവെച്ചിരുന്ന ആ ഉടവാൾ ഊരിയെടുക്കുകയും അതിലുണ്ടായിരുന്ന നാരങ്ങ ഊരിക്കളഞ്ഞ് തനിക്കറിയാവുന്ന താൻ പഠിച്ച ആ കളരി അഭ്യാസ മുറകൾ ഏവർക്കും മുന്നിൽ കാണിക്കുന്നു. അതോടൊപ്പം ദേവിയുടെ പ്രതിരൂപമായി അവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ രാധയെ പ്രകടനം കാഴ്ചവെച്ചു. അതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് ചന്ദ്രമോഹനും കുടുംബവും രാധയുടെ അനുജത്തിമാരും ഒപ്പം അച്യുതും സന്തോഷത്തോടെ നിന്നു. മേഘനാഥൻ തനിക്ക് കിട്ടാൻ പോകുന്ന അവസരത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അടുത്തതായി രാധ തന്നെ പൂർണ്ണകുംഭം തലയിൽ ഏന്തിക്കൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ദേവിക്ക് ചുറ്റും 3 വട്ടം പ്രദക്ഷിണം ചെയ്യണം എന്ന് പൂജാരി ഇറങ്ങുമെന്ന് അറിയിച്ചു. പൂജാരി തന്നെ എല്ലാവരുടെയും സന്തോഷത്തിനും വേണ്ടി എല്ലാവരുടെയും അനുമതിയോടെ ആ ദേശത്തിന്റെ എല്ലാവരുടെയും സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അവരുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെ ആ പൂർണ്ണകുംഭം രാധയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നു. രാധ ആ പൂർണ്ണകുംഭം ഏറ്റുവാങ്ങി 3 വട്ടം പ്രദക്ഷിണം ചെയ്യാനായി ക്ഷേത്രത്തിന്റെ ചുറ്റും പ്രദക്ഷിണത്തിനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും മേഘനാഥൻ രാധയുടെ അരികിലേക്ക് എത്തി. രാധേ, നീ ഇപ്പോൾ തന്നെ ഈ പൂർണ്ണകുംഭം താഴെയിട്ട് ഈ ചടങ്ങ് പൂർത്തിയാക്കാതെ മാറി നിന്നു, അല്ലാത്ത പക്ഷം നീ കരയേണ്ടി വരും നിന്റെ കുടുംബത്തെ ഓർത്ത് എന്ന് മേഘനാഥൻ വെല്ലുവിളി ഉയർത്തുമ്പോൾ അത് കേൾക്കാത്ത ഭാവത്തിൽ രാധ പ്രദക്ഷിണം വയ്ക്കാനായി പോകുന്നു. വീണ്ടും ശ്രീമൂലസ്ഥാനത്ത് അവിടെ വന്ന് വീണ്ടും പ്രാർത്ഥനയോടെ രാധ 2ാമത്തെ പ്രദക്ഷിണത്തിനായി പോകാൻ തുടങ്ങുമ്പോൾ ഒരിക്കൽ കൂടി മേഘനാഥൻ ഭീഷണി ഉയർത്തി അരികിലേക്ക് എത്തി. നീ ഈ വട്ടവും പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ ഇത് നിലത്തിട്ട് ഈ ചടങ്ങിൽ നിന്ന് പിന്മാറിക്കൊള്ളൂ. ദേശവാസികൾ ദേവി കോപമാണെന്ന് മാത്രം ചിന്തിച്ച് ഇതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചോളും. നീ ഞാൻ പറയുന്നത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് മേഘനാഥൻ വീണ്ടും രാധയെ ഭീഷണിപ്പെടുത്തുന്നു. അതൊന്നും വകവയ്ക്കാതെ രാധ വീണ്ടും 2ാം തവണയും ആ പ്രദക്ഷിണം വയ്ക്കാനായി പോകുന്നു. അങ്ങനെ 2 വട്ടം പ്രദക്ഷിണം വെച്ചതിന് ശേഷം വീണ്ടും വന്ന രാധയെ ഇനി തകർക്കാൻ വേറൊന്നുമല്ല, അവളുടെ മകനെ ഞാൻ കൊണ്ടുപോകുന്നു എന്ന വാർത്ത തന്നെയാണ് ഇനി അവളെ തളർത്തുകയുള്ളൂ എന്ന് മേഘനാഥൻ തീരുമാനിച്ചു. ഉടനെ തന്നെ മേഘനാഥൻ രാധയ്ക്കരികിലേക്ക് എത്തി. രാധേ, നിന്റെ മകനുണ്ടല്ലോ, നിന്റെയും കൃഷ്ണന്റെയും മകൻ, അവനെ എൻ്റെ കാശിനാഥന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവന് നിന്റെ അച്ഛൻ വാസുദേവന് നൽകിയ അതേ ജലസമാധി തന്നെ, ശ്വാസം മുട്ടിയുള്ള മരണം, അത് ഞാൻ അവനും നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് അത് അവനുണ്ടാവും എന്ന് പറയുമ്പോൾ രാധ അത് കേട്ട് ആദ്യമൊന്ന് നടുങ്ങി. എങ്കിലും മനസ്സ് പതറാതെ ആ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ കർത്തവ്യം പൂർത്തിയാക്കുക എന്ന ഒറ്റ ചിന്താഗതിയോടെ സുഭദ്രാമ്മ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യം, തനിക്കായി മാറ്റിവെച്ചിരുന്ന താൻ ചെയ്യേണ്ടിയിരുന്ന ചില കടമകളും കർത്തവ്യങ്ങളും അത് രാധയിലൂടെ പൂർത്തിയാക്കണമെന്നും രാധ അതെല്ലാം മംഗളകരമായി ചെയ്യണമെന്നുമുള്ള തന്റെ ചേച്ചിയുടെ ആവശ്യത്തെക്കുറിച്ച് രാധ ഓർമ്മിച്ചു. ചേച്ചിയുടെ വാക്കുകൾ അതേപടി അനുസരിക്കുക തന്നെയാണ് തന്റെ കടമയെന്ന് മനസ്സിലാക്കി ദേശവാസികൾക്ക് വേണ്ടി തന്റെ കുടുംബത്തെക്കാളുപരി താൻ ദേശവാസികളെയാണ് സ്നേഹിക്കേണ്ടെന്നുള്ള ഒറ്റ ചിന്താഗതിയിൽ രാധ 3ാം വട്ടവും ആ പ്രദക്ഷിണം വയ്ക്കാനായി പോകുന്നു. ആ നിമിഷം തന്നെ
അവിടെ നിന്നുകൊണ്ട് മേഘനാഥൻ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളികളോട് അവിടുന്ന് അച്യുതനെ തട്ടിക്കൊണ്ടുപോകാൻ അറിയിക്കണം. ആര്യയുടെ തൊട്ടരികിൽ നിന്ന് അച്യുതനെ അവരാരും അറിയാതെ പതുക്കെ പിന്നിൽ നിന്ന് പൊത്തിപ്പിടിച്ച് അവർ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നു. അങ്ങനെ അച്യുതനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മേഘനാഥനും മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് മേഘനാഥന്റെ ഒപ്പമുണ്ടായിരുന്ന മണിച്ചൻ പിന്നാലെ ഓടിയെത്തുന്നു. വേണ്ട സാറേ, അത് വേണ്ട, ആ പാവം പിഞ്ചു കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല സാറേ. സാറൊന്ന് ഓർത്തു നോക്കിക്കേ, അന്ന് പനി പിടിച്ച് അവശനായി മരണത്തിന് മുഖാമുഖം നേരിൽ കണ്ടു കിടന്നിരുന്ന സാറിന്റെ ജീവനെ തിരികെ പിടിച്ചതും സാറിന്റെ ജീവന് വേണ്ടി അന്ന് ഓടിയെത്തിയതും ആ പിഞ്ചു കുഞ്ഞാണ്. ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സാറ് ചിലപ്പോൾ ഈ ലോകത്ത് തന്നെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ദയവേത് സാർ ആ കുഞ്ഞിനെ വെറുതെ വിടണം എന്ന് മണിച്ചൻ അപേക്ഷിച്ചു. മണിച്ചന്റെ അപേക്ഷ കേൾക്കാൻ നിൽക്കാതെ മേഘനാഥൻ മണിച്ചനെ ഭീഷണിപ്പെടുത്തി. എൻ്റെ ഒപ്പം നിന്ന് താൻ ഇനി ഇവിടെ സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് ക്ഷേത്രകാര്യത്തിൽ തനിക്ക് പങ്കെടുക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ ചുറ്റിക്കറങ്ങാതെ വേഗം പോകുന്നതാണ് തനിക്ക് നല്ലത്. അവസാന നിമിഷം എന്നെ ചതിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, തന്നെ ഞാൻ വെറുതെ വിടില്ല, പോടോ താൻ ഇവിടുന്ന് എന്ന് പറഞ്ഞ് മേഘനാഥൻ മണിച്ചനെ ഭീഷണിപ്പെടുത്തി വേഗം അച്യുതമായി കടന്നു കളഞ്ഞവരുടെ പിന്നാലെ ഓടുന്നു. മേഘനാഥന്റെ വരവ് പ്രതീക്ഷിച്ച് അവർ ആ കുളത്തിന്റെ കൽപ്പടവിൽ കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് കൃഷ്ണനെ അപ്രതീക്ഷിതമായി മേഘനാഥൻ കാണാനിടയാകുന്നു. മേഘനാഥൻ ഉടനെ തന്നെ കൃഷ്ണനോട് പറഞ്ഞു, നിന്റെ രാധയെയും നിന്റെ മകനെയും ഇനി നീ ജീവനോടെ കാണാൻ പോകുന്നില്ല. ഇനി നീയൊക്കെ ഈ ദേശം വാണാലും ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല അവൾക്ക്. എൻ്റെ മകനെ ഇല്ലാതാക്കി അവളെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകുമ്പോൾ അച്യുതനെ അവിടെ എല്ലായിടത്തും കൃഷ്ണൻ അന്വേഷിച്ചു. കൃഷ്ണപ്രസാദ് അവിടെയെല്ലാം നോക്കിയിട്ടും അച്യുതനെ കാണാത്തത് കൊണ്ട് നിരാശയോടെ ഓടി ആ മണിച്ചന്റെ അരികിലേക്ക് എത്തി. മണിച്ചനോട് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ പിന്തുടർന്ന് മണിച്ചനെ കീഴ്പ്പെടുത്തി പ്രസാദ് കാര്യം അന്വേഷിക്കുന്നു. കുഞ്ഞിനെ മേഘനാഥൻ തട്ടിക്കൊണ്ടുപോയെന്നും കുഞ്ഞിനെ കൊല്ലാനാണ് മേഘനാഥന്റെ തീരുമാനമെന്നും ക്ഷേത്രകുളത്തിൽ എറിഞ്ഞ് കൊല്ലാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും മണിച്ചനിൽ നിന്ന് കൃഷ്ണപ്രസാദ് മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ കൃഷ്ണപ്രസാദ് വേഗം മേഘനാഥന്റെ പിന്നാലെ പായുന്നു. മേഘനാഥന്റെ വാക്ക് കേൾക്കാനായി കാത്തുനിന്ന ആ കൂട്ടാളികൾക്കൊപ്പം ഭയന്ന് വിറച്ച് അച്യുത് നിന്നു. മേഘനാഥൻ അരികിലേക്ക് ഓടിയെത്തിയതും അച്യുത് പറഞ്ഞു, നാഥനെങ്കിൽ എന്നെ ഇവർ ബലമായി പിടിച്ചുകൊണ്ട് പോവുക, എന്നെ കൈവിടാൻ ഇവരോട് പറ നാഥനെങ്കിൽ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് വേദനിക്കുന്നു എന്നെല്ലാം പാവം അച്യുത് വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ മേഘനാഥൻ പറഞ്ഞു, ഇത് നിനക്കല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കുമുള്ള ശിക്ഷയാണ്, ഇനി നാഥനങ്കിളില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഭയന്ന് വിറച്ച് അച്യുത് വിഷമിച്ചു നിൽക്കുമ്പോൾ മേഘനാഥൻ പറഞ്ഞു, ഇനി നിന്റെ അച്ഛനെയും അമ്മയെയും നീ കാണാൻ പോകുന്നില്ല മോനെ. ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്. ഈ ലോകവും നീ അവസാനമായി കാണാൻ പോകുന്നത് ഇപ്പോഴാണ്. ഇനി നിന്റെ ഈ ശരീരം ശവമാക്കി മാറ്റാൻ പോകുന്നു ഞാൻ. അപ്പോഴേക്കും ഇനി നിനക്കും നിന്റെ അമ്മയ്ക്കും അച്ഛനും കിട്ടാൻ പോകുന്നത് നിന്റെ ശവശരീരം മാത്രമാണ് എന്ന് മേഘനാഥൻ അച്യുതനോട് പറയുമ്പോഴേക്കും അച്യുത് ഭയന്നു. അയ്യോ നാഥനങ്ങൾ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അച്യുതൻ നിലവിളിച്ചു. അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മേഘനാഥൻ അവനെ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിയാനായി അറിയിച്ചു. ഉടനെ തന്നെ മേഘനാഥന്റെ കൂട്ടാളികൾ ആ കുളത്തിന്റെ കൽപ്പടവുകൾ ഇറങ്ങി പോകുന്ന സമയത്ത് എല്ലാം മനസ്സിലാക്കിയ കൃഷ്ണൻ കൃത്യമായി അവിടേക്ക് ഓടിയെത്തുന്നു. കുഞ്ഞിനെ അവർ കുളത്തിലേക്ക് എറിയാൻ പോകുന്നുവെന്ന് കണ്ട നിമിഷം അവിടെ നിന്ന് കൃഷ്ണപ്രസാദ് ഉറക്കെ വിളിച്ചു, മോനെ അച്ചു എന്ന്. ആ വിളി കേട്ടതും അച്ഛ എന്ന് അവരുടെ കയ്യിൽ കിടന്നുകൊണ്ട് അച്ചു ഉറക്കെ വിളിക്കുന്നു. ഉടനെ തന്നെ മേഘനാഥനെ കടന്ന് ഓടിപ്പോകാനായി കൃഷ്ണൻ അരികിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും മേഘനാഥൻ കൃഷ്ണനെ തടഞ്ഞു നിർത്തുന്നു. നീ ഇതെവിടേക്കായി പോകുന്നത് എന്ന് ചോദിച്ച് മേഘനാഥൻ കൃഷ്ണനെ അവിടെ തടഞ്ഞു നിർത്തുന്ന നിമിഷം മേഘനാഥനെ തല്ലാനായി കൃഷ്ണൻ തയ്യാറാകുന്നു. മേഘനാഥനിട്ട് തല്ലുകൊടുക്കുമ്പോൾ കൃഷ്ണനെയും മേഘനാഥൻ ആക്രമിക്കുന്നു. ഈ സമയത്ത് ആ കുഞ്ഞിനെ അവരോട് കുളത്തിലേക്ക് എറിയാനായി അറിയിച്ചു. അപ്പോഴേക്കും പൂർണ്ണകുംഭ പ്രദക്ഷിണം വെച്ച് പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ എത്തിയ രാധ ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ദേശവാസികളെല്ലാം ദേവിയെ തൊഴാനായി അരികിലേക്ക് പോയി. ആ നിമിഷം രാധ ശ്രീമൂല സ്ഥാനത്തിരുന്ന ദേവിയുടെ ഉടവാൾ ഊരിയെടുത്തുകൊണ്ട് അതുമായി മേഘനാഥനെ ലക്ഷ്യം വെച്ച് പായുന്നു. കൃഷ്ണൻ ഈ സമയത്ത് കുഞ്ഞിനെ രക്ഷിക്കാനായി അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും കൽപ്പടവുകളിൽ നിന്നുകൊണ്ട് ആ
മേഘനാഥന്റെ കൂട്ടാളികൾ കുഞ്ഞിനെ നേരെ ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അച്ഛ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അച്യുത് നേരെ ആ കുളത്തിലേക്ക് ചെന്ന് വീണു. ഈ കാഴ്ച കണ്ട് കൃഷ്ണൻ മേഘനാഥനെ തള്ളിമാറ്റി ആ ഗുണ്ടകളുടെ നേരെ പായുന്നു. അവരുമായി പ്രസാദ് ഒരു ഏറ്റുമുട്ടൽ തന്നെ നടത്തി. അവസാനം പ്രസാദിനെ കീഴ്പ്പെടുത്താനായി ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് രാധ എത്തിക്കഴിഞ്ഞു. മേഘനാഥ എന്ന് രാധ മേഘനാഥന്റെ പിന്നിൽ വന്ന് ഉറക്കെ വിളിച്ചതും മേഘനാഥൻ പിന്തിരിഞ്ഞ്, "ഓ രാധ, നീ എത്തിയോ?" എന്ന് ചോദിച്ചു. "നിന്റെ കുഞ്ഞിനെ ഇനി നിനക്ക് കാണാൻ കഴിയില്ല" എന്ന് പറയുമ്പോൾ പ്രസാദ് പലതവണ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറയാനായി ശ്രമിക്കുമ്പോഴൊക്കെ മേഘനാഥൻ പ്രസാദിനെ തടയുന്നു. "എൻ്റെ കുഞ്ഞിനെ അന്ന് സുഭദ്ര എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അതാണ് അവൾ ആദ്യം ചെയ്ത തെറ്റ്. എൻ്റെ അമ്മ എൻ്റെ കയ്യിലേക്ക് തന്ന എൻ്റെ ആ കുഞ്ഞിനെ, എൻ്റെ കാശിനാഥനെ, അവനെ പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നീയും നിന്റെ വിവാഹം കഴിച്ച രാധയെന്ന് പറയുന്നവളും അന്ന് ആ കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാകാം. ഏതെങ്കിലും പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവൾക്ക് അവളുടെ കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കും. അവളിനി ആ കുഞ്ഞിനെ ഒന്ന് കാണുക പോലും ഇല്ല" എന്ന് പറഞ്ഞ് മേഘനാഥൻ ഭീഷണി ഉയർത്തുമ്പോൾ ഓരോ തവണ മേഘനാഥൻ തന്റെ പക പറയുമ്പോഴും അതിനെ തടഞ്ഞുകൊണ്ട് പ്രസാദ് അത് നിങ്ങളുടെ മകനാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മേഘനാഥൻ വീണ്ടും വീണ്ടും തന്റെ പക എന്താണ് എന്ന് കൃഷ്ണപ്രസാദിനോട് അറിയിക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പോഴായിരുന്നു അവിടേക്ക് രാധ എത്തിയതും. രാധയെ കണ്ട മേഘനാഥൻ രാധയോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് പ്രസാദ് വേഗം ആ ഗുണ്ടകളെ തട്ടി അവരെ ഓടിച്ചുവിട്ട് അവിടുന്ന് കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. ഈ സമയത്ത് രാധ അരികിലേക്കെത്തി മേഘനാഥനോട് പറഞ്ഞു, "ആദ്യം ചതുരംഗക്കളത്തിൽ നമ്മൾ യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം പടയാളികളെയാണല്ലോ, കാലാളിനെയാണല്ലോ വെട്ടി നിലംപരിശാക്കുന്നത്. അതിനുശേഷമാണല്ലോ തലയ്ക്ക് കനമുള്ളയാളെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്റെ കാലാളിനെ തന്നെയാണ് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത്" എന്ന് മേഘനാഥനോട് രാധ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധ വേഗം മേഘനാഥനെ വെല്ലുവിളിച്ച് ആ ഗുണ്ടകളെ കീഴ്പ്പെടുത്താനായി പോകുന്നു. ഈ സമയത്ത് പ്രസാദിനെ തല്ലിയൊതുക്കാൻ ശ്രമിച്ച ഗുണ്ടകളെ ഓരോരുത്തരെയായി രാധ വെട്ടിവീഴ്ത്തുന്നു. അതിനുശേഷം നേരെ മേഘനാഥന്റെ നേരെ പായുന്നു രാധ. ഈ സമയത്ത് പ്രസാദ് വേഗം അച്യുതനെ രക്ഷപ്പെടുത്താനായി കുളത്തിലേക്ക് ചെന്ന് ചാടി. അങ്ങനെ കുളത്തിൽ മുങ്ങിത്താന്നു പൊങ്ങുന്ന അച്യുതനെ അരികിലേക്ക് ഓടിയെത്തി അച്യുതനെ പ്രസാദ് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തി പ്രസാദ് നേരെ അച്യുതനെ ആ കൽപ്പടവിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞിനെ വായിൽ തങ്ങി നിൽക്കുന്ന ആ വെള്ളം മുഴുവൻ, വയറ്റിൽ നിറഞ്ഞ വെള്ളം മുഴുവൻ വയറ്റിൽ നിന്ന് ഞെക്കി ഞെക്കി പ്രസാദ് കളഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്ത് രാധ മേഘനാഥന്റെ അരികിലേക്ക് എത്തി പറഞ്ഞു, "നിന്റെ അരയിൽ ഒരു കത്തി നീ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ആ കത്തി പോലും എനിക്ക് വേണ്ട നിന്നോട് ഏറ്റുമുട്ടാൻ. ഈ ഉടവാള് തന്നെ നിന്റെ ജീവൻ എടുക്കാൻ ധാരാളമാണ്. എങ്കിലും ഈ ഉടവാള് ഞാൻ എടുക്കുന്നില്ല. നിന്നെ പ്രഹരിക്കാൻ എൻ്റെ ഈ കൈകൾ മാത്രം മതി" എന്ന് പറഞ്ഞ് മേഘനാഥനെ രാധ തന്റെ കൈകൾ കൊണ്ട് മർദ്ദിച്ച് അവശനാക്കുന്നു. അവസാനം രാധയെ കീഴ്പ്പെടുത്താൻ തനിക്കാവില്ല എന്ന് തിരിച്ചറിയുന്ന മേഘനാഥൻ ഉടൻ തന്നെ രാധയെ കൊല്ലാനായി, ചതിയിലൂടെ കൊല്ലാനായി തന്റെ അരയിലുണ്ടായിരുന്ന ആ കത്തിയെടുത്ത് രാധയുടെ നേരെ വീശാൻ തുടങ്ങി. അവസാനം രാധ മേഘനാഥന്റെ കയ്യിൽ കടന്നു പിടിച്ച് മേഘനാഥന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടി താഴെയിരുന്നു. അതിനുശേഷം അവസാനം മേഘനാഥനെ കൊല്ലാനായി ഇടിച്ചു താഴെയിട്ട് തന്റെ കയ്യിലിരുന്ന ആ ഉടവാൾ എടുത്തുകൊണ്ട് മേഘനാഥന്റെ കഴുത്തിന് നേരെ കുത്തിപ്പിടിച്ച് തന്റെ വിരലൊന്ന് തന്റെ കൈയൊന്ന് അമർന്നാൽ മാത്രം മതി, ആ നിമിഷം നിന്റെ കുഴൽമാല പുറത്തെടുക്കും ഈ വാള് എന്ന് മേഘനാഥനോട് രാധ പറയുന്നു. "എങ്കിലും തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓരോന്നും ഓർത്ത് നിനക്ക് ജീവിക്കാനായി. നീ ചെയ്തു പോയ തെറ്റുകൾ എന്തെന്ന് നീ ഒന്ന് ഓർത്തു നോക്കുക. ഈ ദേശത്തോട് കാണിച്ച അനീതി, എൻ്റെ അച്ഛനോടും എൻ്റെ സുഭദ്രാമ്മയോടും കാണിച്ച നീതികേട്, നിന്റെ നിന്നെ സ്നേഹിച്ച് നിന്റെ കുഞ്ഞിന് ജന്മം നൽകിയ, നൊന്ത് പ്രസവിച്ച എൻ്റെ സുഭദ്രാമ്മയുടെ ജീവൻ നീ എടുത്തില്ലേ ആ ശ്രീമൂല സ്ഥാനത്ത് വെച്ച്. ആ പാവത്തിനോട് ചെയ്ത നീതികേടിനും നീ ചെയ്ത വഞ്ചനയ്ക്കുമെല്ലാം നിനക്കുള്ള ശിക്ഷ, നീ ഇനിയുള്ള ശിഷ്ടകാലം ഈ ദേശത്ത് പോലും എത്താതെ എൻ്റെ കുടുംബത്തിന് നേരെ നിന്റെ നിഴൽ പോലും അടിക്കാത്ത വിധത്തിൽ നിനക്ക് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഇനി മേലാൽ വെല്ലുവിളി ഉയർത്തി എൻ്റെ കുടുംബത്തിനോ ഈ ദേശത്തിനോ
ഒരു ഭീതിയായി നീ വന്നാൽ പിന്നെ നീ ജീവനോടെ കാണില്ല എന്ന് രാധ പറയുന്നു. അങ്ങനെ രാധ മേഘനാഥന് തൽക്കാലത്തേക്ക് ജീവിക്കാൻ അനുമതി നൽകി. ഒരവസരം കൂടി നൽകി അവനെ പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രക്ഷപ്പെട്ടു വന്ന അച്ചു അവിടെ നിന്ന് അമ്മയെ എന്നുറക്കെ വിളിച്ചു. ആ വിളി കേട്ട രാധ പെട്ടെന്ന് അച്ചു മോനെ എന്ന് വിളിച്ചുകൊണ്ട് മോൻ്റെ അരികിലേക്ക് ഓടിയെത്തി. കയ്യിൽ ഉടവാളം പിടിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന രാധ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് എൻ്റെ പൊന്നുമോനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. കൃഷ്ണേട്ട എന്ന് വിളിച്ച് പ്രസാദിനോടും സ്നേഹത്തോടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും മേഘനാഥൻ തനിക്ക് കിട്ടിയ അവസരമാണിതെന്നുള്ള ചിന്താഗതിയിൽ നിലത്ത് വീണ് കിടന്ന തൻ്റെ ആ കത്തി കയ്യിലൊതുക്കി അതുമായി മേഘനാഥൻ രാധയ്ക്കരികിലേക്ക് പാഞ്ഞിട്ടു. രാധയെ കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിന്ന പ്രസാദിനെയും കുഞ്ഞിനെയും നോക്കി സന്തോഷം നിൽക്കുന്ന രാധയുടെ പിന്നിലെത്തി മേഘനാഥൻ രാധയെ കുത്താനൊരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് പ്രസാദ് രാധയെ എന്ന് ഉറക്കെ നിലവിളിച്ചു. അതോടെ തന്നെ രാധ തൻ്റെ പിന്നിൽ വന്നു നിൽക്കുന്ന ആ അപായം എന്താണെന്ന്, ആ അപകടം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. പ്രസാദിന്റെ കണ്ണിലൂടെ തന്നെ തൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തിയ ആ ദുഷ്ടശക്തിയെ മനസ്സിലാക്കിയ രാധ മേഘനാഥനെ ഒന്ന് പിന്തിരിഞ്ഞു പോലും നോക്കാൻ നിൽക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ കയ്യിലിരുന്ന ആ ഉടവാള് നേരെ മേഘനാഥന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അങ്ങനെ മേഘനാഥനെ ആ നിമിഷം അവിടെ വെച്ച് തന്നെ രാധ ഇല്ലാതാക്കുന്നു. രാധയുടെ കുത്തേറ്റ് പിടഞ്ഞു വീണ മേഘനാഥൻ വേദന കൊണ്ട് പുളയുമ്പോൾ രാധ പറഞ്ഞു, ഈ ദേശത്ത് നിന്റെ ഈ ദുഷിച്ച രക്തം വീഴണ്ട എന്ന് കരുതിയാണ് നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചത്. എന്നിട്ടും നിന്റെ ഈ വിധി നീ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് രാധ മേഘനാഥനോട് പറയുന്നു. അങ്ങനെ മേഘനാഥൻ വേദനയോടെ നിലത്ത് കിടന്ന് പുളയുമ്പോൾ ആ നിമിഷം പ്രസാദ് പറഞ്ഞു, എന്തായാലും താൻ വിളിച്ചു വരുത്തിയ, താൻ ചോദിച്ചു വാങ്ങിയ മരണമല്ല ഇത്. എന്നാൽ ഈ മരണസമയത്ത് കൂടി താൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിച്ചു. നീ ചെയ്ത തെറ്റ്, നീ ചെയ്ത വഞ്ചന, നീ ചെയ്ത കുലദ്രോഹം അതെത്ര വലുതാണ് എന്ന്, എത്ര വലിയൊരു പാതകമാണ് നീ ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചത് എന്നുകൂടി നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനോട് ആ സത്യം പ്രസാദ് അറിയിക്കുന്നു. ഈ നിൽക്കുന്ന നീ കൊല്ലാനായി നിന്റെ കൂട്ടാളികളോട് പറഞ്ഞ് ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഈ കുഞ്ഞുണ്ടല്ലോ, നീ ഇത്രയും നാളും ഈ ലോകം മുഴുവൻ തേടി നടന്ന, നിന്റെ രക്തത്തിൽ പിറന്ന, നീ കാണാൻ കൊതിച്ച ആ മകനാണ് എന്ന്. അത് കേട്ടതും ഞെട്ടലോടെ മേഘനാഥൻ നോക്കുമ്പോൾ ഉടനെ രാധ പറഞ്ഞു, അതെ അതെ മേഘനാഥ, മേഘനാഥന്റെയും എൻ്റെ സുഭദ്രാമ്മയുടെയും ചോരയിൽ പിറന്ന മകനാണ് നിങ്ങൾ. കാശിനാഥൻ എന്ന് വിളിച്ച് സ്നേഹത്തോടെ വിളിച്ചു നടന്നിരുന്ന ആ കാശിനാഥനാണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ അച്ചു എന്ന്. ആ വാക്ക് കേട്ടതോടെ മേഘനാഥൻ ആകെ തകർന്നു. സ്വന്തം മകനെയാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കുറ്റബോധം കൂടി മേഘനാഥനെ തളർത്തുന്നു. മേഘനാഥൻ വേദനയോടെ, മോനെ കാശി, നീ ആയിരുന്നോടാ എൻ്റെ മുന്നിൽ വന്നത്? കാശി എന്ന് വിളിച്ച് സ്നേഹത്തോടെ മേഘനാഥൻ അച്ചുവിന് നേരെ കൈനീട്ടി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മേഘനാഥൻ തനിക്ക് നേരെ കൈനീട്ടിയപ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് അച്ചു പിന്നിലേക്ക് മാറുന്നു. ആ കാഴ്ച കണ്ട് മേഘനാഥൻ ആകെ വേദനയോടെ നിൽക്കുമ്പോൾ രാധ പറഞ്ഞു, അവൻ ഒരിക്കലും നിങ്ങൾക്കരികിലേക്ക് വരില്ല. കാരണം അവനെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതാണ്, ആ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചതാണ്. തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളുടെ അരികിലേക്ക് ഒരു കാരണവശാലും ആ കുഞ്ഞ് പിന്നീട് മടങ്ങി വരില്ല എന്ന് മേഘനാഥനോട് രാധ അറിയിച്ചു. അവസാനം മേഘനാഥൻ പ്രസാദിനെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു. പ്രസാദ്, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു. പ്രസാദ് വേഗം മേഘനാഥൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ പ്രസാദിൻ്റെ കൈ പിടിച്ച് മേഘനാഥൻ പറഞ്ഞു, ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എൻ്റെ മരണം സംഭവിക്കാൻ പോവുകയാണ്. ഈ അവസാന നിമിഷം എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മകൻ എനിക്ക് വേണ്ടി ഒരു ഉരുള ചോറ് ഊട്ടിത്തരണം. അത് എൻ്റെ മോനെ കൊണ്ട് ചെയ്യിക്കണം. ഒരച്ഛന് ചെയ്യേണ്ട കർമ്മങ്ങൾ എൻ്റെ മോനെ കൊണ്ട് പ്രസാദ് ചെയ്യിക്കില്ലേ? എനിക്കറിയാം, ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മോൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന്. എങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ മോനെ കൊണ്ട് അത് ചെയ്യിക്കില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടില്ല. എനിക്ക് മോക്ഷം കിട്ടാതെ ഞാൻ അലയും എന്ന് മേഘനാഥൻ പ്രസാദിനോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും പ്രസാദ് മേഘനാഥന് വാക്ക് നൽകുന്നു. അതിനുശേഷം മേഘനാഥന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ മേഘനാഥന് നൽകിയ വാക്ക് രാധയും കൃഷ്ണനും ചേർന്ന് പാലിക്കുന്നു. കടൽക്കരയിലെത്തി മേഘനാഥന് വേണ്ടി പിണ്ടമൂട്ടി അച്ചുവിനെ കൊണ്ട് ആ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യിക്കുന്നു. അതിനുശേഷം മേഘനാഥന് വേണ്ടി എല്ലാം ചെയ്തു കഴിയുമ്പോൾ ആ കടലിൽ കുളിച്ച്
നിൽക്കുന്ന അച്ചു പ്രസാദിനോട് ചോദിച്ചു, അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാണ് നാഥനങ്കിളിന് വേണ്ടി ഞാൻ എന്തിനിതൊക്കെ ചെയ്യണം? അതെല്ലാം കേട്ടതും കൃഷ്ണൻ പറഞ്ഞു, മോനെ, നിന്റെ അച്ഛൻ മേഘനാഥനാണ്. അത് കേട്ടതും ഉടനെ അച്ചു പറഞ്ഞു, അല്ല, നാഗനങ്കിളല്ല എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ഈ നിൽക്കുന്ന കൃഷ്ണപ്രസാദും എൻ്റെ അമ്മ ഈ നിൽക്കുന്ന രാധയുമാണ്, ഈ നിൽക്കുന്ന അഞ്ജലി അമ്മയുമാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ പ്രസാദിനോട് രാധ പറഞ്ഞു, കേട്ടില്ലേ പ്രസാദ? കൃഷ്ണേട്ടാ, എനിക്കറിയാം, ഞാൻ വളർത്തിയ മോനല്ലേ ഇത്. ഇവൻ അങ്ങനെയേ പറയൂ, ഇവൻ അങ്ങനെ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞു അവർ ഇരുവരും അവരുടെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കടൽക്കരയിൽ നിന്ന് തൃപ്പങ്ങോട്ടെ തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു.